നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTCയിൽ ഇനി മുതൽ ഓഫീസിലിരുന്നുള്ള ജോലി ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് മാത്രമായിരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. പരമാവധി ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും റൂട്ടിൽ ഇറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൃദയാഘാതവും അർബുദവുമൊക്കെ വന്നവരെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ക്ലറിക്കൽ ജോലികളിൽ നിയമിക്കും. കൂടാതെ ജീവനക്കാർക്കെതിരെയുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ജീവനക്കാരുടെ പേരിൽ 3600ഓളം ചെറിയ കേസുകളുണ്ട്. 26-ാം തീയതി മുതൽ തുടർച്ചയായ അദാലത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ പിഴയടച്ച് അവസാനിപ്പിക്കാമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിലെ നഷ്ടം കുറച്ച് ലാഭം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പലതരത്തിലുള്ള നടപടികളാണ് ഗതാഗത വകുപ്പ് സ്വീകരിക്കുന്നത്. KSRTC ചലോ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ആപ്പ് പുറത്തുവരും. 6 ഭാഷകളിൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ആപ്പിന്റെ രൂപകൽപ്പന കാഴ്ചപരിമിതി ഉള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ്. ചലോ ആപ്പിലൂടെ ബസ്സുകളിലെ സീറ്റ് ലഭ്യത പരിശോധിക്കാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. സ്റ്റുഡന്റ് കൺസെഷൻ കാർഡ് സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. പേപ്പർ കാർഡിന് പകരം പുതിയ കാർഡ് ഇറക്കാനാണ് തീരുമാനം. കാർഡിന് സർവീസ് ചാർജായ 109 രൂപ നൽകേണ്ടതുമില്ല. 1 മാസം 25 ദിവസം യാത്ര ചെയ്യാനും സാധിക്കും. കൂടാതെ KSRTCയുടെ ട്രാവൽ കാർഡുകൾ വലിയ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. 1 ലക്ഷം കാർഡുകൾ പുറത്തിറക്കിയെന്നും അതിൽ 80,000 കാർഡുകൾ വിറ്റുപോയെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഒപ്പം തന്നെ ബസ് ഷെഡ്യൂൾ സോഫ്റ്റ്വെയർ വരുന്നുണ്ടെന്നും ഈ സുതാര്യ സോഫ്റ്റ്വെയർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ബസ് സർവീസുകൾ ക്രമീകരിക്കുന്നതിനായാണ് പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നത്.